ജാനകിയുടെയും അബിയുടെയും വീട് ഭയങ്കരമായിട്ടുള്ള ഒരു കല്യാണ ദിവസമായിട്ട് വരാൻ പോകുന്നത്. നമ്മുടെ അജയുടെ ആ ഒരു കള്ളത്തരമൊക്കെ പുറത്ത് വരാൻ പോകുന്നതേ ഉള്ളൂ അല്ലെ. നമ്മുടെ അജയ് നിരഞ്ജനയെ ചതിക്കുകയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ നമ്മുടെ നിരഞ്ജനയും അജയും തമ്മിലുള്ള ഒരു ഫോൺ കോൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ അജയ് ചോദിക്കുന്നുണ്ട് നമ്മുടെ നിരഞ്ജനയോട്, നീ എന്താ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിരഞ്ജന പറയുന്നുണ്ട്, പുരുഷന് വേണ്ടി ഒരു പെണ്ണ് നടത്തുന്ന ആ പെണ്ണ് നടത്തിയ ഒരു യുദ്ധത്തിന്റെ സക്സസ് ആകാൻ പോകുന്നതിന്റെ അവസാന രാത്രിയാണെന്ന്. നാളെ നമ്മുടെ ആദ്യ രാത്രി, ഇന്ന് എനിക്ക് ഉറങ്ങാനേ പറ്റില്ല, എൻ്റെ മനസ്സ് ഫുള്ള് അളകാപുരിയിലേക്ക് വരുന്ന നിമിഷങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിരഞ്ജന ഭയങ്കര ത്രില്ലിലാട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ജാനകിയും അബിയും ആ ഒരു കല്യാണത്തിന് കൊടുക്കേണ്ട ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുന്നു. അപ്പം നമ്മുടെ അബി പറയുന്നുണ്ട്, എൻ്റെ പൊന്നൂരോട് പറയുന്നുണ്ട്, കണ്ടോ നിന്റെ അമ്മയുടെ മുഖത്ത് സന്തോഷം, നാളെ നിരഞ്ജന വരുന്നതിൻ്റെ സന്തോഷമാണ് അതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ അപ്പുറം മുട്ടൻ പ്ലാനിങ് ആണ്. നമ്മുടെ തമ്പിയെ വിളിച്ചിട്ട് അച്ഛനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ അനുഭവിച്ച അതേ വേദന അവളും അനുഭവിക്കണം, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അച്ഛൻ എനിക്ക് ചെയ്തു തന്നെ, ഒരിക്കലും അവൾ സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപർണ അവിടെയും വെല്ലുവിളിയാണ്. അപ്പൊ എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത്? ഇനി മണ്ഡപത്തിൽ കയറുമ്പോൾ താലി കെട്ടുന്നതിന് മുമ്പ് എന്തെങ്കിലും അപ്രതീക്ഷ രംഗങ്ങൾ നടക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.